ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈ ചാനൽ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കോഫിയും പഴം വാട്ടിയതായിരുന്നു ഉണ്ടായത്. പഴം നെയ്യിൽ വാട്ടുക, അങ്ങനെയാണ് വാട്ടിയിട്ടെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് രാവിലെ അതാണെങ്കിൽ ഉഷാറാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട് അടിച്ച് വാരുക, തുടച്ചിടുക, അങ്ങനെയൊക്കെ ഉണ്ടായ പണിയൊക്കെ അതൊക്കെ പെട്ടെന്ന് കഴിച്ചു. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് കഴിച്ചു. അത് പക്ഷെ അതൊരു ടാസ്ക് തന്നെയാണ് കുട്ടികളും കൊണ്ടൊക്കെ. എനിക്ക് ഒന്നര വയസ്സായിട്ടില്ല, 1 വയസ്സും 4 മാസമായ മോളും പിന്നെ ഒരു 5 വയസ്സായ മോനാണുള്ളത്. അപ്പോൾ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്, പെട്ടെന്നൊന്നും നടക്കുന്നതല്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ, അതായത് ഞാനും ഭർത്താവും എൻ്റെ 2 മക്കളും. പിന്നെ വിചാരിച്ചു ഉച്ചക്കേക്ക് വൈറൽ ഫിഷ് ഫ്രൈ ട്രൈ ആക്കിയാലോ ചോറിൻ്റെ കൂടെ. അങ്ങനെ ഗ്യാസിൽ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ചെറിയ സിമ്മിൽ അതെൻ്റെ മോളെ കീറലാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ചെറിയ സിമ്മിൽ വെച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് അതിലേക്ക് ലേശം പുളിവെള്ളവും പിഴിഞ്ഞ് പിന്നെ വെള്ളുള്ളി ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലും ഇത്ര ഇട്ട് വൈറൽ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാല യോജിപ്പിക്കണം. അങ്ങനെ പുളിവെള്ളമൊക്കെ ഇടണം കേട്ടോ. അതിൽ കുറച്ച് അധികം തന്നെ ഇട്ടോ പുളിവെള്ളം. മുളകും പുളിയും നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ ഞങ്ങൾ നന്നാക്കി വെച്ച മീൻ പാനിലോട്ടേക്ക് നന്നായി നിരയായി വെക്കുക. എന്നിട്ട് അത് ഫ്രൈ ആയിട്ടാകുമ്പോൾ അത് ഇങ്ങനെ നല്ല മസാലയോടെ വേണ്ട ഫ്രൈ ആണെങ്കിൽ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അല്ല നല്ല മൊരിച്ച് തിന്നാനാണ് ഇഷ്ടമെങ്കിൽ ചോറിൻ്റെ കൂടെ അത് എണ്ണ ഒഴിച്ച് മൂടി വെക്കാതെ ചെയ്യാം. അങ്ങനെ ഫിഷൊക്കെ ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ വിളമ്പി വൈറൽ ഫിഷ് ഫ്രൈ എടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒരു വട്ടം. പിന്നെ അപാര ടേസ്റ്റാണ്. പിന്നെ ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ നിന്ന് വന്ന് ബസ്സിലാണ് വരിക, സ്കൂളിലത്തെ ഓനെ കൂട്ടി. പിന്നെ ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ കസിൻസൊക്കെ വന്നിട്ടാകുമ്പോൾ പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഡെസേർട്ടോ മറ്റോ കഴിക്കാൻ പോയാലോ. അങ്ങനെ പെട്ടെന്ന് തലയിൽ വെച്ചത് ബീലബൻ ഉണ്ടല്ലോ, അതുപോലെ ഫീലബന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് മാംഗ്ലൂർ. ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് അടുത്താണ് മാംഗ്ലൂരേക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും മാംഗ്ലൂരേക്ക് ആ ഡെസേർട്ട് ഷോപ്പിലേക്ക് പോയി, ഫീലബൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ അമ്മാവൻ്റെ മോന് അയാസ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു സന്ധ്യ ആ സമയത്ത് ആണ് എത്തിയത്. സന്ധ്യ ആയില്ല, ഒരു 5:30 ആ ടൈമിലാണ് എത്തിയത്. അങ്ങനെ പിന്നെ അവിടെ നോക്കുമ്പോൾ ഭയങ്കര ക്യൂ, ആളോട് എന്താ പറയുക, ടോക്കനൊക്കെ എടുത്തിട്ട് വേണം ഈ ഡെസേർട്ട് കഴിക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ കുറേ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ വിരാമം ഇട്ടു ഗൈസ്. എത്തിയില്ലേ ഞങ്ങളെ താരങ്ങൾ. ഫസ്റ്റ് ഞങ്ങൾ ഈ കഴിക്കുന്നത് കബ്സ എന്ന് പറയുന്ന ഡെസേർട്ടാണ്. എന്തായാലും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം, എന്തോ ടേസ്റ്റ്. ഇപ്പോഴും എന്താ പറയുക, ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ വായിന്ന് വെള്ളം വരും, അത്രക്കും ടേസ്റ്റാണ് ഈ ഡെസേർട്ട്സ്. ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കബ്സ കോശേരി, മറ്റേ പിസ്താഷ്യോ ന്യൂട്ടെല്ല കോശേരി, പിന്നെ ക്രീമിൻ്റെ എന്തോ ഒരു ഇതാണ്, സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഇത് പിസ്താഷ്യോ കുനാഫ അതങ്ങനത്തത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ വീഡിയോ. ഞങ്ങൾ ഗേൾസിന് ഇത് കൂടുതൽ കഴിക്കാൻ പറ്റും കേട്ടോ, ബോയ്സിന് അങ്ങനെ പറ്റില്ല. കാരണം അവർക്ക് മധുരം അത്ര ക്രേസി ഇല്ലല്ലോ പെണ്ണുങ്ങളെ പോലെ. ആണുങ്ങൾ അത്ര കഴിച്ചില്ല. ആണുങ്ങൾക്ക് അത്ര തലക്ക് പെട്ടെന്ന് പിടിക്കും. ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ടാകുമ്പോൾ ഇത് തിന്നതിൻ്റെ തലക്കല്ല പിടിച്ചത്. വീട്ടിലെത്തിയ ശേഷം എൻ്റെ തലവേദന എടുത്തിട്ട് ഒരു സൈഡ്. അപ്പം എൻ്റെ ഭർത്താവ് പറയാ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കടേ, എനിക്ക് വിശക്കുന്നടേ, ഞാൻ പോയി ഫ്രൈഡ് ചിക്കൻ വാങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞു എന്നാൽ പോയി വാങ്ങി വാ, ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി. അങ്ങനെ ഓഫറിൽ മറ്റേ ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു തോന്നുന്നു, വാങ്ങിയിട്ട് വന്ന് 6 പീസോ ഇത്. അങ്ങനെ ഇവർ കഴിച്ചു, ഹസ്ബൻഡ് കഴിച്ചു.
പിന്നെ ഫ്രൈഡ് ചിക്കൻ അല്ലേ, ഞാനും ഒന്നും നോക്കിയില്ല, ഞാനും പ്ലേറ്റ്. തലവേദനയൊക്കെ ഒരു നിമിഷത്തേക്ക് എവിടെയോ പോയി ഫ്രൈഡ് ചിക്കൻ കണ്ട സന്തോഷത്തിലും. അങ്ങനെ ഫ്രൈഡ് ചിക്കൻ തിന്നിട്ടും തലവേദന പിന്നെ മടങ്ങി വന്നു ഗൈസ്. ഈ മധുരം ഒറ്റയടിക്ക് കയറ്റിയതിൻ്റെ തലവേദന മാറുന്നില്ല. എന്താ ചെയ്യുക, ടൈഗർ ബാമും എന്താ യൂക്കാലിപ്റ്റസൊക്കെ അങ്ങനെ പുരട്ടി പിന്നെ അങ്ങനെ കടന്ന് ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ഗൈസ്. അത്രക്കും തലവേദനയാണ്.